വക്രദൃഷ്ടി തുടരുന്നു. CPM-കാരും BJP-കാരും കൂടി നാട്ടിലെ സമാധാന ജീവിതം തകർക്കുന്നു എന്ന പരാതിയുമായാണ് നിയമസഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം പ്രതിപക്ഷം എത്തിയത്. കോഴ വിവാദത്തിൽ തല താഴ്ത്തി നിന്ന BJP-ക്ക് മുഖം രക്ഷിക്കാൻ CPM സഹായിച്ചു എന്നത് ഒരർത്ഥത്തിൽ നേരാണ്. BJP ഓഫീസിൽ അവർ ഇപ്പോൾ പിണറായി ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് എഴുതി വച്ചിട്ടുണ്ടാകും. എന്നാൽ ഇതൊരു പരസ്പര സഹായ സഹകരണ പദ്ധതിയുടെ ഭാഗമാണെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞത് ആരും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ, ഇനി പയറ്റ് തുടങ്ങാം. നീ വരൂ. BJP-ക്ക് നേരെ ഉണ്ടായിട്ടുള്ള അഴിമതി ആരോപണങ്ങളും കള്ളനോട്ട് കേസുകളും വഴിതിരിച്ചു വിടാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും കരുതാവുന്നതാണ്. BJP-യുടെ നേതാക്കന്മാർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നെങ്കിൽ അടിയൽ ലക്ഷിപ്പോവും എന്ന് പറഞ്ഞാണ് സാർ CPM അവരെ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്. സാർ, ഇവിടെ തീർച്ചയായും മാരാർ ഭവനിൽ പിണറായി വിജയന്റെ പടം അവർ തൂക്കിയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് സാർ എനിക്ക്. BJP-ക്ക് ഇപ്പോൾ ഫേസ് രക്ഷപ്പെട്ടല്ലോ. ആ MT രമേശൊക്കെ അവരുടെ പാർട്ടി മീറ്റിങ്ങിൽ പൊട്ടിക്കരഞ്ഞു എന്നാണ് TV-യിലും പത്രത്തിലൊക്കെ കണ്ടത്. വെറുമൊരു മോഷ്ടാവായ എന്നെ നിങ്ങൾ കള്ളനെന്ന് വിളിച്ചില്ലേ എന്ന് ചോദിച്ച് ആ രമേശ് പോലും പൊട്ടിക്കരഞ്ഞ് രമേശിന് ചാനലുകാരുടെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്താരാ സാർ? CPM-ന്റെ പ്രവർത്തനങ്ങളല്ലേ? നിങ്ങൾ CPM-ഉം BJP-യും ഇപ്പോൾ പരസ്പരം പാലൂട്ടുന്ന ശത്രുക്കളായി മാറിയിരിക്കുന്നു സാർ. പരസ്പര സഹായ സംഘങ്ങളാണ്. CPM-കാർ BJP-യെ സഹായിച്ച പോലെ BJP-ക്കാർ ഇപ്പൊ തിരിച്ചു സഹായിക്കുകയാണ് സാർ. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്. നാണമില്ലടാ നിനക്കൊക്കെ. അക്രമം പടരാതിരിക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടികളും കൊലപാതകത്തെ കേരളം അപലപിച്ചതും മുഖ്യമന്ത്രിയുടെ ഔപചാരിക മറുപടിയിൽ ഉൾക്കൊണ്ടു. K. മുരളീധരൻ്റെ അടിയന്തര പ്രമേയ അവതരണം കഴിഞ്ഞതോടെ BJP RSS അക്രമങ്ങളും കൊലപാതകങ്ങളും നിരത്തി മുഖ്യമന്ത്രി രാഷ്ട്രീയ ആക്രമണം തുടങ്ങി. TP ചന്ദ്രശേഖരൻ വധം ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രിയെയും ഗുജറാത്തിൽ രാജീവ് ഗാന്ധിയെ കല്ലെറിഞ്ഞത് ചൂണ്ടിക്കാട്ടി BJP-യെയും പ്രതിപക്ഷം പ്രതിക്കൂട്ടിൽ കയറ്റി. ചിലയിടങ്ങളിൽ ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ മുൻകാലങ്ങളിലെ പോലെ സംസ്ഥാനത്ത് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനും ക്രമസമാധാന നില തകരാറിലാകാതിരിക്കുന്നതിനും ആഭ്യന്തര വകുപ്പിൻ്റെയും പോലീസിൻ്റെയും കാര്യക്ഷമമായ പ്രവർത്തനം മൂലം കഴിഞ്ഞിട്ടുണ്ട്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരിപ്രാവുകൾ നീ കണ്ടോ? കേരളത്തിന്റെ ക്രമസമാധാന നില അനുദിനം തകരുന്നു. പോലീസ് നിഷ്ക്രിയമായി നോക്കി നിൽക്കുന്നു. യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ഈ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. നമ്മൾ ഇവിടെ കണ്ടത് സമാധാനത്തിന്റെ പ്രാവുകളല്ല, അക്രമത്തിന്റെ കഴിവും കുഞ്ഞുങ്ങളാ. നാം കണ്ടത് ഇത്തരത്തിലുള്ള അക്രമങ്ങളെ, കൊലപാതകങ്ങളെ അപലപിക്കുന്ന കേരളത്തെയാണ്. അങ്ങയുടെ പഴയ സഹപ്രവർത്തകനായ TP ചന്ദ്രശേഖരൻ എന്ന കോഴിക്കോട് ജില്ലാ DYFIയുടെ പ്രസിഡന്റിനെ 52 വെട്ടുവെട്ടി കൊന്നപ്പോൾ അങ്ങയുടെ ഹൃദയം മുഖ്യമന്ത്രി എന്തുകൊണ്ട് വേദനിച്ചില്ല എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. സർ, ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ പോയി വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ പോയപ്പോൾ BJP-ക്കാർ ഭീകരമായി അദ്ദേഹത്തെ ആക്രമിക്കാൻ, അദ്ദേഹത്തിന്റെ വാഹനം തകർക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു മുഖ്യമന്ത്രി അങ്ങതിനെ അപലപിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളിൽ കുഴപ്പമുണ്ടാക്കുകയും പല സർക്കാരുകളെ പിരിച്ചുവിടുകയും ചെയ്യുന്നതിലെ ഉസ്താദുമാരായിരുന്നു കോൺഗ്രസ്സുകാർ. 57-ൽ EMS-നെയും ആന്ധ്രയിൽ NT രാമറാവുവിനെയും വരെ പിരിച്ചുവിട്ടു. പക്ഷേ കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഡീസൻ്റായി കേട്ടോ. ജസ്റ്റിസ് സദാശിവം വിളിച്ചപ്പോൾ അനുസരണയുള്ള കുട്ടിയെപ്പോലെ പിണറായി പോയതിനോട് ഒരു തരത്തിലും രമേശ് ചെന്നിത്തലയ്ക്കും സംഘത്തിനും യോജിക്കാൻ കഴിയുന്നില്ല. ഈ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ട് ഇനിയെങ്കിലും മുഖ്യമന്ത്രി പറയണം എന്തിനാണ് ഗവർണർ വിളിച്ചത്. ഗവർണർ വിളിച്ചിട്ട് ഈ സംഭവങ്ങളിൽ ദുഃഖം പ്രകടിപ്പിച്ചു. സാർ, ഇവിടെ ഇന്നലെ കേന്ദ്രമന്ത്രി വന്നു, അരുൺ ജെയ്റ്റ്ലി. സാർ, 48ഓളം ആളുകളെ പശുവിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ വീടുകളിലൊന്നും പോവാത്ത അരുൺ ജെയ്റ്റ്ലിക്ക് ഇവിടെ വന്ന് നിരങ്ങാൻ അവസരം ഉണ്ടാക്കിയത് ഈ ഗവൺമെൻറ് തെറ്റായിട്ടുള്ള നയങ്ങളല്ലേ സാർ?
സാർ, അങ്ങ് ഗവർണറെ കണ്ട കാര്യം പറയണമെന്ന് ശ്രീ മുരളീധരൻ രണ്ട് തവണ ഇവിടെ പറഞ്ഞു. അങ്ങ് പറഞ്ഞില്ല. അങ്ങ് ഗവർണറെ പോയി അങ്ങേ വിളിക്കാൻ പാടില്ലായിരുന്നു, അങ്ങ് പോകാനും പാടില്ലായിരുന്നു. പിന്നെ ചോദിച്ചെന്ത് പറയും? ചോദിച്ച പല്ലുവാനാണെന്ന് പറഞ്ഞേക്കാം. നിങ്ങൾ CPM എന്നും എടുത്തിട്ടുള്ള നിലപാട് എന്താണ്? ഗവർണർ ഒരു അനാവശ്യ പദവിയാണെന്നാണ് എടുത്തിട്ടുള്ളത്. ഗവർണർ ആവശ്യമില്ലെന്നാണ് CPM എടുത്തിട്ടുള്ള നിലപാട്. സർ, ഇവിടെ ഗവർണർ വിളിച്ചപ്പോൾ അങ്ങ് ഓടിച്ചെന്നു. അങ്ങ് ഗവർണറുടെ മുമ്പിൽ ഇരുന്ന ഇരിപ്പ് കേരളത്തിന് തന്നെ അപമാനമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തോന്നടാ ഇതൊക്കെ കാണക്കേട്. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് പത്രക്കാരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ സാർ ഏർപ്പാട്? ഈ സംസ്ഥാനത്ത് പത്രക്കാർ അങ്ങനെയാണെങ്കിൽ ഞങ്ങളോടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് സാർ? ഞങ്ങളെ കുറിച്ചൊക്കെ എന്തെല്ലാം പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതൊരു അസ്വസ്ഥത. ഗവർണർ വിളിച്ചു വരുത്തി എന്നൊരു വാർത്ത പത്രത്തിൽ വന്നതിന് കടക്ക് പുറത്ത് എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് സാർ. കോഴ വിവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ BJP അക്രമം നടത്തുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെന്നും പിണറായി പറഞ്ഞു. എന്നാൽ ആ റിപ്പോർട്ട് പാർട്ടിക്കാർക്കും കുന്നുകുഴി കൗൺസിലർക്കും ചോർത്തിക്കൊടുത്ത് BJP പദ്ധതിയെ അക്രമത്തിലൂടെ സഹായിക്കാതിരിക്കാമായിരുന്നില്ലേ? ഇല്ലേ? കഥയിൽ ചോദ്യമില്ലല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ BJPക്കെതിരെ ഉയർന്നു വന്നപ്പോൾ വല്ലാത്ത ബഹുജന ശ്രദ്ധ ആ കാര്യങ്ങളിൽ ഉയർന്നു വരികയുണ്ടായി. ഈ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് ചില നടപടികൾ, തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കാനിടയുണ്ട് എന്നത് നമ്മുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല? ഇന്റലിജൻസ് പറഞ്ഞോ മാർക്സിസ്റ്റ് പാർട്ടി രക്ഷിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞോ? അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനം ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ എന്തുകൊണ്ട് അത് തടയാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞില്ല? പിന്നെ ഇൻ്റലിജൻസിൻ്റെ മഹത്വമൊന്നും ഞാൻ പറയുന്നില്ല സാർ. ഇൻ്റലിജൻസിൻ്റെ തലപ്പത്തുള്ള ആൾക്ക് റവന്യൂ മന്ത്രി ആരാണ്, കൃഷി മന്ത്രി ആണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു ഇൻ്റലിജൻസ് DGPയിൽ നിന്ന് കാര്യമായിട്ടുള്ള റിപ്പോർട്ടൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വക്രദൃഷ്ടിയിൽ ഇടവേള. അഴിക്കുള്ളിലെ അഴിഞ്ഞാട്ടം സിനിമാ പ്രേരണയിൽ. ഇടവേളയ്ക്ക് ശേഷം. കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പ്യാടിക്കുന്ന സ്ഥലത്താണ് നീ ഇപ്പോൾ നിൽക്കുന്നത്. വക്രദൃഷ്ടി തുടരുന്നു. മദ്യലഹരിയിൽ പോലീസ് ലോക്കപ്പ് പൊതുനിരത്താണെന്ന് കരുതി അഴിഞ്ഞാട്ടം നടത്തിയ പ്രതികളുടെ ദൃശ്യം പുറത്തെത്തിയത് എങ്ങനെ എന്നറിയില്ല. ലോക്കപ്പ് ദൃശ്യങ്ങൾ പകർത്താൻ വേറെ ആർക്കും കഴിയില്ല. അസഭ്യം പറയുകയും പള്ളുരുത്തി പോലീസ് ലോക്കപ്പിലെ സാധന സാമഗ്രികൾ അടിച്ചു തകർക്കുകയും ലഹരിയുടെ ഉന്മാദത്തിൽ പോലീസുകാർക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്ത യുവാക്കൾക്ക് പ്രേരണയായത് ഈയിടെ ഇറങ്ങിയ ഒരു സിനിമയാണോ എന്ന് സംശയമുണ്ട്. പോലീസുകാരും ചില സിനിമകൾ മാതൃകയാക്കുന്നത് സൂക്ഷിച്ചു മതി, വേറെ കേസ് വരും. അമരടിക്കണ കാലമായടി തീയമ്മേ, കാച്ചിന്റെ ചാമന്ത് നടി തീയമ്മേ. അമരടിക്കണ കാലമായടി തീയമ്മേ. ഇടാനോടെ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പ്യാടിക്കുന്ന സ്ഥലത്താണ് നീ ഇപ്പോൾ നിൽക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പീഡനങ്ങൾ പാടില്ലെന്നാണ് ഐജിയുടെ ആർഡർ. അല്ലെങ്കിൽ വയലേതിന്റെ ഹൗസിക്ക് ഞാൻ ചവിട്ടി ഇറങ്ങിയേനെ. കള്ള തിരുമാലിയല്ലേ ഇവൻ. സാറിന്റെ ഒറ്റ പോലെ പ്രയോഗിക്കും സാറേ. ഇവൻ മണി മണി പോലെ പറയും. എഴുത്തുകാരാ, ഇവൻ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകളൊക്കെ ഇവന്റെ പേരിലുള്ള പറ്റില്ല എഴുതിയാലോ? വെരി കറക്റ്റ്. IPC 454 പാലാരിവട്ടം കൈപ്പറമ്പിൽ ജാസഫ് വക്കീലിന്റെ വീട്ടിലെ പട്ടി. IPC 450 കേട്ടിക്കോ. പൂക്കാടുപടി തേവക്കലെ ആലിമുസ്ലിയാരുടെ വീട്ടിലെ കിടപ്പുമുറിയിലെ രാത്രിയിലെ സീൻപിടുത്തം. ആലുവ റൂട്ടിൽ കൂടെ ഓടുന്ന സീനത്ത് ബസ്സിലെ യാത്രക്കാരി ചന്ദ്രികയുടെ ചന്തി നുള്ളിയതിന് IPC വട്ടത്തിൽ അതും കൂടെ അവന്റെ പേർക്ക് കേട്ടിക്കോ. കിഡ്നാപ്പിംഗ് എല്ലാം കൂടി ചേർത്തൊരു 16 എണ്ണം അവന്റെ പറ്റിൽ എഴുതി. എല്ലാം കൂടി ഒരു 19-56 വർഷം നമ്മുടെ തറവാട്ടിൽ കഴിയാനുള്ള വകുപ്പായി.
ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.